എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ ഒരു സൗണ്ട് ബാറിനെ കുറിച്ച് നിവർത്തി രണ്ട് വാക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. പണ്ടത്തെ ടി വികൾ ഓർമ്മ CRT ടി വികൾ, ഈ പെട്ടി പോലത്തെ ടി വികൾ. അപ്പോൾ അതിനകത്ത് വലിയ സ്പീക്കേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ അന്നത്തെ സ്റ്റാൻഡേർഡ് വെച്ച് നല്ല സൗണ്ട് അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അന്ന് സെപ്പറേറ്റ് ഇപ്പോൾ ടി വിയിലൊപ്പം ഒരു സൗണ്ട് ബാർ മേടിക്കേണ്ട ആവശ്യം വരില്ലായിരുന്നു. പക്ഷേ ഇന്നത്തെ ടി വികൾ, മോഡേൺ ടി വികൾ കണ്ടില്ലേ, ഭയങ്കര സ്ലിമ്മാണ്. ഇതിനകത്ത് സ്പീക്കേഴ്സ് ചെറിയ ചെറിയ സ്പീക്കേഴ്സാണ്. അത് പിന്നിലോട്ട് ഫേസ് ചെയ്തിട്ടാണ്. ഇപ്പോഴത്തെ സിനിമകൾ, ഇപ്പോൾ നിങ്ങൾ ഈ OTT ഒക്കെ സെർച്ച് ചെയ്ത് നിങ്ങൾക്കറിയാം, മിനിമം 5.1 അല്ലെങ്കിൽ ഡോൾബി അറ്റ്മോസ് മിക്സിലൊക്കെയാണ് സിനിമകൾ, സീരീസുകളൊക്കെ വരുന്നത്. അത് ആ ഒരു ക്വാളിറ്റിയിൽ റെൻഡർ ചെയ്യാൻ നമ്മളുടെ സ്മാർട്ട് ടി വികൾ പര്യാപ്തമല്ല. അപ്പോൾ അവിടെയാണ് നമുക്കൊരു സൗണ്ട് ബാറിൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ സൗണ്ട് ബാർ ഇന്ന് നിങ്ങൾ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുക ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്ന സൗണ്ട് ബാറുകൾ മേടിക്കാനാണ്. ഇത്തിരി പൈസ കൂടുതൽ വരും, പക്ഷെ അത് വർത്താണെന്ന് ഞാൻ പറയും. അപ്പോൾ ഇതൊരു ഡോൾബി അറ്റ്മോസ് സൗണ്ട് ബാറാണ്. സാംസങ്ങിൻ്റെ Q600F എന്ന് പറയുന്ന മോഡലാണ്. ഇതൊരു 3.1.2 സൗണ്ട് ബാറാണ്. അത് 3 ഫ്രണ്ട് ചാനൽസ് ഉണ്ട്, ലെഫ്റ്റ് റൈറ്റ്, പിന്നെ സെൻറ്റർ ചാനൽ, പിന്നെ ഒരു സബ് വൂഫർ, പിന്നെ 2 അപ്പ് ഫയറിംഗ് സ്പീക്കേഴ്സ് ഉണ്ട്. ഈ അപ്പ് ഫയറിംഗ് സ്പീക്കേഴ്സ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയറിന് വേണ്ടിയിട്ടാണ്. ഈ സൗണ്ട് ഇങ്ങനെ മുകളിൽ പോയിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് ആ ഒരു ഹൈറ്റ് ഡയമെൻഷൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അപ്പ് ഫയറിംഗ് സ്പീക്കേഴ്സ് ഉള്ളത്. അപ്പോൾ ഇത് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുള്ളത് നമ്മുടെ റൂമിൻ്റെ ലേഔട്ടൊക്കെ അനുസരിച്ചിരിക്കും. സ്റ്റിൽ ഒന്നുമില്ലാത്തതിലും ഭേദമാണല്ലോ അപ്പ് ഫയറിംഗ് സ്പീക്കേഴ്സ് ഉള്ളത്. അപ്പോൾ അതാണ് ഈ ഒരു ഡോൾബി അറ്റ്മോസ് സൗണ്ട് ബാറിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത് വെച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ ഹോട്ട്സ്റ്റാറിലാണെങ്കിലും അല്ലെങ്കിൽ പ്രൈമിലാണെങ്കിലും നെറ്റ്ഫ്ലിക്സിലാണെങ്കിലും സോണി ലിവിലാണെങ്കിലും പുതിയ വരുന്ന സിനിമകൾ, സീരീസുകൾ എല്ലാം 5.1 DTS:X അല്ലെങ്കിൽ അറ്റ്മോസ് മിക്സിൽ വരുന്നതാണ്. അപ്പോൾ അത് ആ ഒരു ക്വാളിറ്റിയിൽ, ആ ഒരു ക്ലാരിറ്റിയിൽ റെൻഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു സാധനം വേണ്ടി വരും. നിങ്ങൾക്ക് ഒരു തിയേറ്ററിൽ ഒരു സിനിമ കാണുമ്പോൾ ആ ഒരു വിഷ്വൽ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതുപോലെ തന്നെ സൗണ്ടും അതിനനുസരിച്ച് എന്താ പറയുക, നല്ല റിച്ച് ആയിട്ടുള്ള, നല്ല ഡീപ്പായിട്ടുള്ള, നല്ല ക്ലിയർ ആയിട്ടുള്ള സൗണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നിങ്ങളൊരു സിനിമ കാണുന്ന സമയത്ത് ഇപ്പോൾ അറ്റ്മോസ് ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും അതൊരു 3D സൗണ്ട് സ്കേപ്പ് നമ്മൾ ഇവിടെ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് അറ്റ്മോസിൽ. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഇപ്പോൾ ഒരു ക്യാരക്ടർ നമ്മളിവിടെ നിന്നാണ് സംസാരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സൗണ്ട് ഇവിടെ നിന്ന് വരുന്ന പോലെ ഫീൽ ചെയ്യും. അവിടെ നിന്നാണ് സംസാരിക്കുന്നത് അവിടെ നിന്ന് വരുന്ന പോലെ ഫീൽ ചെയ്യും. ഇപ്പോൾ ഒരു സൗണ്ട് ഇങ്ങനെ ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കാറ് ഇങ്ങനെ പോകുന്നൊരു സീനാണെങ്കിൽ എനിക്ക് സൗണ്ട് ഇതുപോലത്തെ ഇങ്ങനെ പോകുന്നൊരു ഫീൽ വരും. അങ്ങോട്ട് പോവുകയാണെങ്കിൽ അങ്ങോട്ട് പോകുന്നൊരു ഫീൽ വരും. ഒരു പ്ലെയിൻ, ഇപ്പോൾ ഒരു ഹെലികോപ്റ്റർ ഇങ്ങനെ പറന്ന് മുകളിൽ പോവുകയാണ്, അല്ലെങ്കിൽ ഒരു പ്ലെയിൻ ഇങ്ങനെ പറന്ന് മുകളിൽ പോവുകയാണെങ്കിൽ നമുക്ക് ആ സൗണ്ട് എങ്ങനെ മൂവ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യുക. അതാണ് ഈ ഡോൾബി അറ്റ്മോസിൻ്റെ പ്രത്യേകത. അതാണ് നമ്മൾ എന്താ പറയുക, ഇപ്പോൾ സിനിമ ആ ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ആ ഒരു 4K, അതുപോലെ സൗണ്ടിൻ്റെ ആ ഒരു 3D എഫക്റ്റ്, ആ ഒരു അറ്റ്മോസ്ഫിയർ എഫക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു സാധനം വേണ്ടി വരും. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെപ്ത്ത്, സൗണ്ടിന് ഡെപ്ത്ത് വരും. അതായത് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുകയാണ്, ഇപ്പോൾ ഒരു ക്യാരക്ടർ, ഇപ്പോൾ ഒരു ക്ലോസപ്പ് ഷോട്ടാണെന്ന് വിചാരിക്കുക, അപ്പോൾ സൗണ്ട് എടുത്തുനിന്ന് വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. പക്ഷെ ഇതൊരു വൈഡ് ഷോട്ടാണ്, എന്നുവെച്ചാൽ ക്യാരക്ടർ ദൂരെ നിന്നാണ് സംസാരിക്കുന്നത്, അതല്ലെങ്കിൽ ഒരു അൾട്രാ വൈഡ് സീനാണ്. അപ്പോൾ സൗണ്ട് അതുപോലെ ദൂരെ നിന്ന് വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതൊക്കെയാണെങ്കിൽ ഡോൾബി അറ്റ്മോസ് വരുന്ന സമയത്ത് നിങ്ങൾക്കത് ഞാൻ പറയുമ്പോൾ അത് എത്രത്തോളം മനസ്സിലാവുന്നുള്ളത് അറിയില്ല, പക്ഷേ ഇത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ കൃത്യമായിട്ട് ആ ഒരു വ്യത്യാസം മനസ്സിലാവും. വൺസ് നിങ്ങളിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇതിനകത്ത് എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഴയ ആ ഒരു TV സൗണ്ട് കേൾക്കുമ്പോൾ അയ്യേ എന്നുള്ളൊരു ഫീലിംഗ് എന്തായാലും വരും. അപ്പോൾ അത് എന്താ പറയുക, നിങ്ങൾ പറ്റുന്നവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയുള്ള ഒരു വീഡിയോ. ഇതെന്തായാലും എത്ര നേരം കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ്.